ഹായ്, വെൽക്കം ടു റിച്ചൂസ് ഡൈൻ ആൻഡ് ഡിസൈൻസ്. ഹായ്, ഇന്ന് നമുക്ക് ബോട്ടിലിൽ ഗ്ലാസ് കളർ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താലോ. നല്ല ഭംഗിയാണ്. ഞാനിത് ചെയ്തെടുക്കുമ്പോൾ ഇത്രയും ഭംഗിയായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചതേ ഇല്ല. നമുക്കതിനകത്ത് ചെറിയൊരു LED ഒക്കെ ഇട്ട് കൊടുത്താൽ ബെഡ് ലാമ്പായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാനും നല്ലതാണ്. കുറച്ചൊന്നും മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ചെയ്തെടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഓക്കെ, ഞാൻ ഈ ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഗ്ലാസ് കളറാണ്. ഇതിനകത്ത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഔട്ട്ലൈനറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാണ് ഔട്ട്ലൈനർ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 6 കളേഴ്സാണ് നമുക്ക് ഉള്ളത്. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ബോട്ടിൽ ഇതാണ്. ഈ ബോട്ടിലാണ് നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ടുള്ളത്. ഔട്ട്ലൈനർ ഉപയോഗിച്ച് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ബോട്ടിലെടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ, ഞാനിപ്പോൾ റൗണ്ടായിട്ടാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. സ്ക്വയറായിട്ടോ റെക്റ്റാങ്കിളായിട്ടോ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഡിസൈന് ഇതിൽ നല്ല സൂക്ഷിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു വശം ഇങ്ങനെ ചെയ്ത് എടുത്ത ശേഷം അതൊന്ന് ഉണങ്ങാനായിട്ടുള്ള താമസമുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഉണങ്ങാനായിട്ട്. അതിൻ്റെ ശേഷം വേണം അപ്പുറത്തെ സൈഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ റൗണ്ടായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം വലുപ്പത്തിലുള്ള റൗണ്ടല്ല കേട്ടോ, ചെറുതും വലുതുമായിട്ടുള്ള റൗണ്ടുകളാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സൈഡ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം, അതൊന്ന് ഉണങ്ങട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പറ്റുകയും അത് ഈ കുപ്പിയിൽ സ്പ്രെഡ് ആവുകയൊക്കെ ചെയ്യും. ഒരു സൈഡ് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് മൊത്തം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങുന്നതിനായിട്ട് ഞാൻ മാറ്റി വെച്ചു. ഇപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ കളറ് ചെയ്ത് തുടങ്ങാം. നമുക്കിഷ്ടമുള്ള കളറ്. ഞാനിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്ന പിങ്കാണ്. ഇങ്ങനെ ഓരോ റൗണ്ടിലും നമുക്ക് ഓരോ കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനകത്ത് ചെറിയ കുമ്പളകൾ പോലെ വന്നു. ആ കുമ്പളയൊന്ന് പൊട്ടിച്ച് വിടണം, അല്ലെങ്കിൽ അതങ്ങനെ വൃത്തികേടായിട്ടിരിക്കുവേ. ഇത് ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒഴുകി പടരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. ഉണങ്ങാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണേ ഓരോന്നും ചെയ്തെടുക്കാനായിട്ട്. ഇതും ഒരു സൈഡ് ചെയ്ത ശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് ഉണങ്ങിയ ശേഷം വേണം അപ്പുറത്തെ സൈഡും കൂടി ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് സ്പ്രെഡായി പോകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് സൂക്ഷിക്കണം, കുറച്ച് സമയം എടുക്കും. അങ്ങനെ ഒരു സൈഡ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറച്ച് സമയം എടുത്തു കേട്ടോ. ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഒഴുകി പോവുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് കുറേ സമയം എടുത്താണ് ചെയ്തെടുത്തത്. പക്ഷേ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കണം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു LED ഇട്ട് കൊടുത്തിരുന്നു. അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഇത് കടയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ്. ചെയ്ത് നോക്കണം. വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.